പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. രാമന്റെ ജീവിതം, അതാണ് രാമന്റെ സന്ദേശം. മുനിയുടെ ശാപവുമായി കാട്ടിൽ നിന്ന് അയോധ്യയിൽ തിരിച്ചെത്തുകയും ഈ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുകയും അങ്ങനെ യഥാവിധി ദശരഥ മഹാരാജാവിന് 4 മക്കൾ ജനിക്കുകയും ചെയ്തു. മക്കളില്ലാത്തത് വളരെ വലിയ ദുഃഖമാണ്. എന്നാൽ ശരിയായ രീതിയിൽ മക്കൾ വളർത്തപ്പെട്ടില്ല എങ്കിൽ മക്കളുള്ളത് അതിലും വളരെ വലിയ ദുഃഖമായി പരിണമിക്കുന്നത് നാം ചുറ്റും കാണുന്നുണ്ട്. ദശരഥ മഹാരാജാവും അയോധ്യയും കോസല രാജ്യവുമെല്ലാം അതീവ സന്തുഷ്ടമായി. സൂര്യചന്ദ്രന്മാരെ പോലെയുള്ള കുമാരന്മാർ 4 പേര്, അവരെല്ലാം ഉജ്ജ്വല തേജസ്സുള്ളവർ. നന്നേ ചെറുപ്പത്തിൽ അവർ കൃത്യമായ രീതിയിൽ വിദ്യകളെല്ലാം അഭ്യസിക്കാൻ തുടങ്ങി. അവരുടെ വളർച്ച അയോധ്യയുടെ വളർച്ച കൂടിയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ രാജാവ് സദാ പ്രജാതൽപരനായിരുന്നു. പ്രജയുടെ ജീവിതം രാജാവിൻ്റെ സങ്കല്പവും ഒന്നായി തീരണം. ഇവിടെയാണ് ഒരു മാതൃകാ രാജാവ്. നമ്മൾ വിക്രമാദിത്യനെ കുറിച്ച് പറയാറുണ്ട്. വിക്രമാദിത്യ സിംഹാസനത്തിൽ ഏത് രാജാവിരുന്നാലും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ ശരിയായിരിക്കും. കാരണം ഒരു സാധാരണ ധാർമ്മിക ബോധമുള്ള മനുഷ്യൻ ശരി എന്ന് തോന്നുന്നതേ വിക്രമാദിത്യൻ പറയുകയുള്ളൂ. വിക്രമാദിത്യന്റെ ശരി സമാജത്തിന്റെ ശരിയും സമാജത്തിന്റെ ശരി തന്നെയായിരിക്കും വിക്രമാദിത്യന്റെ തീരുമാനവും. അതുകൊണ്ട് ആ സിംഹാസനത്തിൽ ഇരുന്നാൽ സത്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇതുപോലെ ദശരഥ മഹാരാജാവിന്റെ മൂത്തപുത്രനായ രാമൻ സ്വജീവിതം തന്നെ ധർമ്മത്തിന്റെ പ്രതീകമായിരുന്നു. നന്നേ ചെറുപ്പത്തിൽ തന്നെ സത്യസന്ധമായ ജീവിതമാണ് ഈ 4 കുമാരന്മാരും അല്ലെങ്കിൽ അയോധ്യ ദേശവും നയിച്ചത്. നമ്മൾ പറയാറുണ്ട്, രാമന്റെ കാലഘട്ടത്തിൽ ഭാരതത്തിൽ അധർമ്മം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അധർമ്മികളെല്ലാം തന്നെ വന്നത് ലങ്കയിൽ നിന്നാണ്. അത് ശൂർപ്പണയാവട്ടെ, രാവണനാവട്ടെ, മാരീചനാവട്ടെ, അവരെല്ലാവരും വന്നത് കടൽ കടന്നു വന്നു. അന്ന് ലങ്കയിൽ നിന്നും അധർമ്മികൾ ഭാരതത്തിലേക്ക് വന്നു എങ്കിൽ ശ്രീകൃഷ്ണന്റെ കാലമായപ്പോഴേക്ക് അധർമ്മികൾ ഒരു കുടുംബത്തിൽ തന്നെ ജനിച്ചു. പാണ്ഡവന്മാരും കൗരവന്മാരും ജ്യേഷ്ഠ അനുജന്മാരുടെ മക്കളാണ്. അതിൽ ജ്യേഷ്ഠന്റെ മക്കളായ കൗരവന്മാർ അധർമ്മികളായിത്തീർന്നു. അത് അവരുടെ മരണത്തിൽ തന്നെ കലാശിച്ചു. ഇവിടെയാണ് ഭഗവാൻ തൻ്റെ 4 സന്താനങ്ങളെ, സൽസന്താനങ്ങളെ യഥാവിധി പരിപാലിച്ചു വളർത്തി, ധീരമായി വളർത്തി. അസ്ത്രവും ശസ്ത്രവും പഠിപ്പിച്ചു. എന്താണ് അസ്ത്രം? അകലെ നിന്ന് എയ്യാവുന്നത് അസ്ത്രം. അടുത്തു നിന്ന് ഉപയോഗിക്കുന്ന വാള്, ഗന്ധം, ഗദ, കുന്തം തുടങ്ങിയവ ശസ്ത്രം. അപ്പൊ രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനുമെല്ലാം തന്നെ അസ്ത്രശസ്ത്ര വിദ്യകളിൽ നിപുണന്മാരായി തീർന്നത് ഒരു 13 വയസ്സാകുമ്പോഴേക്കും. ഇത് നമ്മുടെ മക്കൾക്കും ബാധകമാണ്. അസ്ത്രവും ശസ്ത്രവും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും ആക്രമിക്കുവാനോ അപായപ്പെടുത്തുവാനോ അല്ല. ഒരാൾ കളരി പഠിക്കുന്നത്, കരാട്ടെ പഠിക്കുന്നത് മറ്റൊരാളെ തല്ലുവാൻ വേണ്ടിയല്ല. സാമാന്യ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നാം നിരായുധരായിട്ടാണ് സഞ്ചരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ആയുധമൊന്നുമില്ല. എന്നാൽ എവിടെയെങ്കിലും വെച്ച് നാം ആക്രമിക്കപ്പെടുകയാണെങ്കിൽ അത് മോഷ്ടാവിൻ്റെ രൂപത്തിലാവാം, മാനസിക രോഗിയുടെ രൂപത്തിലാവാം, മദ്യപാനിയുടെ രൂപത്തിലാകാം, മറ്റേതെങ്കിലും രൂപത്തിലും ഭാവത്തിലും ആവാം. ഈ സമയത്ത് ശരീരത്തെ ആയുധമാക്കി ശരീരത്തെ സംരക്ഷിക്കുന്ന പ്രതിരോധിച്ചുകൊണ്ട് സംരക്ഷിക്കേണ്ടതാണ് എല്ലാ മനുഷ്യനും ചെയ്യേണ്ട അടിസ്ഥാന കടമ. അതാണ് കരാട്ടെ, കളരിയൊക്കെ പഠിക്കണം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ശരീരം ഉണ്ടെങ്കിലേ ധർമ്മമൊക്കെ ഉള്ളൂ. നാം ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ
നമ്മുടെ ജീവിതം ചുറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനപ്രദമായി തീരുന്നുള്ളൂ. ജീവിച്ച് മരണപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളൊക്കെ നമ്മൾ മറ്റുള്ള പലരുടെയും മനസ്സിൽ ജീവിച്ചിരിക്കും. പക്ഷേ പിന്നീട് പതുക്കെ പതുക്കെ എല്ലാവരും മറക്കാൻ തുടങ്ങും. ഇതൊരു ജീവിത യാഥാർത്ഥ്യമാണ്. നമുക്ക് വേണ്ടി നമുക്ക് ഈ ശരീരമൊക്കെ നൽകിയ നമ്മുടെ മാതാപിതാക്കളൊക്കെ മരിച്ചിട്ട് എത്ര പേർ കൃത്യമായിട്ട് എത്ര ദിവസം ഒരു കൊല്ലത്തിൽ ഓർക്കുന്നുണ്ടാവും എന്ന് ചോദിച്ചാൽ അങ്ങനെ എപ്പോഴും ഓർക്കാൻ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത് നമുക്കറിയാം. ഇവിടെ ജനക മഹാരാജാവിൻ്റെ അയോധ്യയുടെ ഭരണം ധാർമ്മിക ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിശക്തമായി മുന്നോട്ട് പോയപ്പോഴാണ് ഒരു ദിവസം വിശ്വാമിത്ര മഹർഷി കൊട്ടാരത്തിലേക്ക് വരുന്നത്. ഉഗ്രകോപിയാണ്, ഉഗ്രപ്രസാദിയാണ്. ആ വിശ്വാമിത്രനും ദശരഥനും തമ്മിൽ നടന്ന സംഭാഷണവും തുടർന്ന് രാമന് കാട്ടിൽ പോകേണ്ടി വന്ന താടക വധത്തിനു വേണ്ടി കാട്ടിൽ പോകേണ്ടി വന്ന കഥയെക്കുറിച്ച്, അതിൻ്റെ തത്വത്തെക്കുറിച്ചും നമുക്ക് നാളെ ചിന്തിക്കാം. ജയ് ശ്രീറാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.